അസ്സാം വലൈക്കും വർഹമത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, സവിശേഷമായ ഒരു ഗവേഷക വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് ചില കാര്യങ്ങൾ, നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ ചിലതൊക്കെ പൊളിച്ചെഴുതണം എന്നാണ്. അപ്പം അങ്ങനെ ഒരു പൊളിച്ചെഴുതലിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഉഫുക് സയൻസ് ആൻഡ് ടെക്നോളജി ഫെസ്റ്റ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നിരുന്നാലും നമ്മളെയൊക്കെ, എന്നെയും ഈ വേദിയിലിരിക്കുന്നവരെയും നിങ്ങളെയൊക്കെ വാർത്തെടുത്ത ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം. ആ വിദ്യാഭ്യാസ സംവിധാനം എങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്, അതിലെ അജണ്ടകൾ എന്താണ്, അതിലെ മോട്ടീവുകൾ എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടില്ല. അതായത് മുൻപേ തയ്യാറാക്കിയ ഒരു കരിക്കുലം അനുസരിച്ചാണ് നമ്മളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോയത്. ആ കരിക്കുലം എങ്ങനെയാണ് രൂപപ്പെട്ട് വന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. അതിനെ നമ്മൾ ബോദർ ചെയ്തിട്ടില്ല, എങ്ങനെയാണ് അതുണ്ടായത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്, ആ ഡയറക്ഷനിലൂടെ നമുക്ക് കിട്ടിയ ഈ സോ കോൾഡ് എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ചിട്ടില്ല. പ്രത്യേകിച്ചും സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അവർ എന്ന നിലയിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, നമ്മൾ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര വാല്യൂ ന്യൂട്രലായിട്ടുള്ളൊരു സംവിധാനം എന്നാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നതും പറയുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ലാബിനകത്ത്, വളരെ പ്രിസ്റ്റീനായ ഒരു ലാബിനകത്ത് വർക്ക് ചെയ്യുമ്പോൾ പുറത്തെ സാമൂഹിക അന്തരീക്ഷത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. പക്ഷേ തികച്ചും അങ്ങനെ അല്ലാത്തൊരവസ്ഥയാണ്, ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ ആപ്റ്റായ, വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് തിങ്കിങ് ഓൺ കരിക്കുലം ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത്. അതായത് നമ്മളെ പഠിക്കുന്ന, നമ്മളും നമ്മളെ താഴെയുള്ളവരും പഠിക്കുന്ന അല്ലെങ്കിൽ അഭ്യസിക്കുന്ന വിദ്യ, അതിൻ്റെ കരിക്കുലം, അതിനെക്കുറിച്ചുള്ള ഒരു പുനർവിചിന്തനം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അത് ഏത് കാലഘട്ടത്തിലെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നത്തെ ഭരണകൂടം എങ്ങനെയാണ് വിദ്യാഭ്യാസത്തെയും അറിവുൽപാദന കേന്ദ്രങ്ങളെയും അവരുടെ അജണ്ടകൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നത്, അതിൽ ആക്ച്വൽ ഹിസ്റ്ററി ഇറേസ് ചെയ്യുകയും ചരിത്രത്തെ ഇറേസ് ചെയ്യുകയും പുതിയൊരു, അല്ലെങ്കിൽ ഒരു ഗ്ലോറിയസ് പാസ്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റീമേക്കിംഗ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് അറിയാം, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തങ്ങളുടെ ഐഡിയോളജിക്കലായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള സയൻസിനെ വെച്ചുള്ള ഒരു ലെജിറ്റമസി വരുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൂടെ അങ്ങനെ കൊണ്ടുവരുന്ന ലെജിറ്റമസി കൊണ്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെ വരെ തകിടം മറിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് അത് മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരവസ്ഥയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊളിച്ചെഴുതേണ്ടതും അത്യാവശ്യമാണെന്ന് കരുതുകയാണ്. അതുപോലെ തന്നെ പലതും സോ കോൾഡ് സയൻറ്റിഫിക് ബേസിസ് ഇല്ലാത്ത കാര്യങ്ങൾ പോലും, ഒരു ഹിന്ദു സ്ക്രിപ്ചറൽ ജ്ഞാനശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ പോലും, അങ്ങനെയുള്ള അറിവുകൾ പോലും ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് റീഫ്രെയിം ചെയ്തുകൊണ്ട് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ഇൻജക്റ്റ് ചെയ്യുകയും അത് കുട്ടികൾ പഠിക്കാനും അത് അങ്ങനെ മനസ്സിലാക്കാനും നിർബന്ധിതരാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് നാം ഇതിനെ ചർച്ച ചെയ്യുകയും ഇതിനെ കൂടുതൽ പഠിക്കുകയും ഇതിനെക്കുറിച്ച് നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ നിലനിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് കോ, അത് പ്രശ്നമുള്ളതാണ്. അതിന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. ആ ഡയഗ്നോസിസിലൂടെ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുകയും അതിന് ഒരു മറുവായന ഉണ്ടാവുകയും അതിന് പുതിയൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തേണ്ടത് ഉണ്ട് എന്ന് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ഇതിൽ നമ്മളിവിടെ പാനലിൽ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തി നമ്മുടെ കൂടെയുള്ളത് ഡോക്ടർ CP രാജേന്ദ്രൻ,
അതുപോലെ തന്നെ ഡോക്ടർ എസ് അനസ്, അതുപോലെ തന്നെ അൻവർ സലാഹുദ്ദീനാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് ഡോക്ടർ സി പി രാജേന്ദ്രൻ സാറിലേക്ക് പോവാം. സോ sir, what I want to ask you or point out to you is that how does the construction of a new nationalist identity or a history scientifically, or that reframing or rewriting of history by erasing the actual history, how does it involve, selectively highlighting certain principles or certain incidents, and while reinforcing a national identity that is basically a state-sponsored narrative, and this is done not only even at the what do you say ideological level, even at the preschool textbooks to research articles, everything they are trying to control it in this way. So how do you see this? Hello. Yeah, this is a question that we have been discussing for a couple of years, last couple of years. The whole thing is now can be seen as a project of social engineering. As you all know that, he has already mentioned about that. There is a huge conspiracy that is going on now to bring in, as a part of the Hindutva ideology. Yeah, I wouldn't even call it as part of Hinduism. It's a political ideology which is now trying to come up with a history that has nothing to do with any facts. That's the truth. I mean, it has been pointed out by learned historians several times, both Indian and abroad. There is a discussion that is now, very active discussion that is going on now on the main, the fundamental tenets of Indian history, which has been totally obliterated by the new set of people who has now invaded the Indian academia. As you can see, in many places, these people are sitting there. And especially when the introduction of the Indian knowledge system, which, in short form is called IKS, which is part of, they brought in as a part of National Education Policy, NEP, in 2020. And it's a very, big enterprise now, because most of the educational institutes are now incorporated, including IITs, are incorporated into this. So what they are trying to do is that it starts with a fundamental tenet that there is a glorious past that we need to regain. And that has happened, they don't even call it as 4000, it has started. I mean, they say that the Indian people has originated here with, their genuine culture, which they called as Sanskritic culture, which is here for, say, 10,000 or more than 20,000 years. And it has gone out of India, that's what they call, out of India migration to other parts of the world. So this is a source of knowledge which is completely against all science, the paleogenetics and other studies that has gone into this ancient civilizations here. We all know that, before the Sanskrit, the Sanskritized people who had come from the Caspian area reached here about 2,500 years ago or 3,000 years ago. There were people who were living here in the Indus Valley region, the Indus Valley civilization, where they have been doing a lot of merchandise and all that with other countries abroad, elsewhere. So that was going on. I mean, they themselves have a lot of engineering capabilities. As you look at the planning of the intercities and all that, you can see that. So it is not that, it was they were here for thousands of years. The people who have come from, it's actually very clear, the people who have come from Caspian area,
has now settled there, and then there was a sort of a clash between different settlements here, and there was a change, there was climate crisis there, and people sort of started going to Ganga plains, migrating to Ganga plains and all. These are all very clear, but these people are now stuck with this idea, the out of India migration, and there was a civilization here, Sanskrit civilization here, and all that. So that is a starting part of the glorious history of Indian civilization, which is again wrong. And now what they are saying is that we are going to regain that. And again, what they are trying to do again is to make the people like Muslims who have come here, and and the Christians who have come here as outsiders, and they have actually destroyed the original civilization. So the aspect of a social engineering comes here. So here you have in-group and out-group. They have already constructed that, and now they are trying to come up with a script where the outsiders are not as good as our original people. They are the superior race. Again, these are all, when you look at the history, this is a repetition of history. And if you look at the leaders of all these people, the Hindutva people, you can see that, read their books, you will know that, they have actually borrowed these ideas from Mussolini and Hitler. And some of their books, if you read it, you will find out very clearly that they have borrowed their ideas. The superiority of race itself is a concept which they propagated, Mussolini and Hitler propagated, and we know what was the outcome of that. And there was a genocide, and there was a world war, millions of people died, all that. So our whole world, if you look at not just India, but if you look at US and other places, we are going back into the same system, where people have been castigated as outsiders. In US, where I used to go because I have some connections there, when you can see that there are outsiders. They call it outsiders. Like a brown guy who goes there is considered to be an outsider. You can see that what's happening there. There's again smaller steps to genocide. And you can see that people are being shot in the US, the Minnesota and other places, and many other European countries, like where, the authoritarian dictators are now ruling. They're all, the script is the same. And India also has the same script. And, if you look at it, we need to be very careful to analyze this and find where we are heading to. Because you are corrupting the history, you're corrupting the science. Again, they say that, we have again, a source of science, which is again coming from the Aryans. Aryans means, the Sanskrit people, Sanskritized people who discovered this. And then, they have come up with, if you look at some of the speeches by the prime minister, ministers, and other bureaucrats and administrators, and even scientists, who are co-workers of us, you can see that, many of them, when they talk in Indian Science Congress, even the prime minister said, we have started, we have the plastic surgery, we have, we have Vimana, like we used to have airplanes there, it all during those days, which is absolute crap. And this is what they are propagating, and say that we all discovered this, now the Western science has sort of rediscovered that. Again, the question here is, when you talk about, these guys are telling, we are actually, slaves of Western colonial mindset. So the Western people come here and say that, we are the masters, which is true. When the British colonialists came here, they said that, you are all culturally substandard, and we are the race. People who are coming from the West, and we own the, the whole knowledge, starting from, all that Renaissance and all that thing. The point is, if you look at what is happening now, we are again going into a sort of colonialism. So it's only happening from the north. So the point I'm trying to say is that the same script used by all these people in other countries in 1930s and 1940s, with with a result which has happened in millions of deaths and genocide and all that, we are also following the same script, where we want to come up with a diluted sign saying that we are the owners of all this, which is again wrong. Then we say that we are the people superior race, others are all outgroup, people who are inferior. So these are all when you read the books of all
people like Sabakar or, whom they consider as, the masters, you read that, you will know from where they have got these ideas. So we have understood that there is a huge program, social engineering program that is happening in this country, which belongs to all of us. It is not belongs to some of the groups here. My point is this: we have to be very careful about what is happening now. We need to raise our voice peacefully against this, and I also say that when they say that the wrong things, we have to point out that it's wrong. You are wrong. We have the basic facts with us. Science is with us. When you say that we have superior race, the whole racial theory is wrong. It is proved. So there is no pure race anywhere in the world now. If you look at, maybe you go to Andamans, you will find Javas. They may be more, they are purer than many of the people here, because they come from the Africa, settled down there. There is not much mixing. So, those are the people who are purer. None of the other people it's all mixed race. Whether it is Hindus, whether it is Muslims or Christians, or you go to Europe, go to all these countries, wherever you go, like Italians. There are, thousands of slaves have come and settled down in Italy. And it is the mixed race that you find there now. So where is the pure race here? Mussolini claimed that we are pure race. It's all children of slaves who Romans have brought in from other parts of the world. So this is a condition that we are facing now. We are becoming anti-science, although we say that we are scientific, and we are saying anti-history, although we are saying we are the real history that we are preaching. All these are wrong. So we have to come up, this is a fight between falsehood and truth, and hatred and love. So this is what it is. So we need to keep up our alertness and also raise our voice against this. So we are not, if we follow this for long, I think if the history will repeat again. So we need to be careful. Thank you, Dr. Rajendran. So, Dr. Rajendran just put out. That what is happening right now is just that Hindutva ideologues are putting forth this modern science as merely as an echo of Vedantic philosophy, and Team Wadi Rahma. And thus, Pass. Team. Next team. What is that disturbance? Pass. Brain tumor, wrong answer. Okay. And we move on to Dr. Anas. Dr. Anas, ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞതിൽ ഒരു പ്രാക്ടിക്കലി നമ്മൾ വരുമ്പോൾ എങ്ങനെയാണ് ഇത് സിസ്റ്റമാറ്റിക്കലി നടപ്പിലാക്കപ്പെടുന്നത്? നമ്മൾ ഇപ്പോൾ നേരത്തെ ചർച്ച ചെയ്തത് നാഷണൽ എഡ്യൂക്കേഷൻ പറഞ്ഞു വെച്ചത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു പാക്കേജാണ്. അത് നന്നായി പാക്ക് ചെയ്തിട്ടാണ് അത് അവതരിപ്പിക്കുന്നത്. അതിലുള്ളൊരു ഒരു ഫ്ലെക്സിബിലിറ്റി, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്കുള്ള സ്ഥാനം എന്നൊക്കെ, ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് അതിൽ സംഭവിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. ഓട്ടോണമി, യൂണിവേഴ്സിറ്റീസിൻ്റെ ഓട്ടോണമി നഷ്ടപ്പെടുന്നു. കരിക്കുലം സെൻട്രലൈസ്ഡ് ആവുന്നതിലൂടെ കുറേ ഫ്ലെക്സിബിലിറ്റിയാണ് ശരിക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലൊക്കെ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നിങ്ങൾ നോക്കിക്കാണുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു ഡേഞ്ചേഴ്സ്? അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കാൻ കഴിഞ്ഞാൽ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഇവിടെ നമ്മുടെ ചർച്ച ചെയ്യുന്നത് തിങ്കിങ് കരിക്കുലം ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി എന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കരിക്കുലം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിസ്സാരമായ ഒരു വിദ്യാഭ്യാസ രംഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. കരിക്കുലം, സിലബസ്, ഇത് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അറിയാവുന്നൊരു വേദിയിലാണല്ലോ ഇരിക്കുന്നത്. കരിക്കുലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് തുടർന്നു വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം സമൂഹം ചിന്തിക്കേണ്ടത്, തലമുറകൾ ചിന്തിക്കേണ്ടത്, അത് എത്രത്തോളം രാജ്യത്തിൻ്റെ പൊതുബോധത്തെയും പുരോഗതിയുമൊക്കെ സ്വാധീനിക്കപ്പെടേണ്ടതുണ്ടെന്നും കൂടി തീരുമാനിക്കപ്പെടുന്നൊരു കാര്യമാണ്. ആ അർത്ഥത്തിൽ NEP കുറിച്ചിട്ടുള്ള പരാമർശമാണ് എന്നോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരുപാട് വേദികളിൽ NEP കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ അസസ്സും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ഇന്ത്യയിൽ
വിദ്യാഭ്യാസ നയം 1986 ശേഷം 35 വർഷത്തിന് ശേഷമാണ് രൂപീകരിക്കുന്നത്, നടപ്പിലാക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു പുരോഗതിയിലേക്ക് കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ളൊരു മാറ്റവും ഒരു വിദ്യാഭ്യാസ നയത്തിൻ്റെ അനിവാര്യതയും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, ഉണ്ടാവേണ്ടതുമാണ്. കാരണം എവരി ടൈമിലും നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ടെക്നോളജി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചിന്താഗതി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കരിക്കുലം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസി മാറ്റപ്പെടേണ്ടതുണ്ട്. ഇവിടെ ചോദിക്കുന്നൊരു പ്രശ്നം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ മോഡറേറ്റർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ദാറ്റ് എൻറ്റയർ NEP 2020 അത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മനോഹരമായ കുറേ വേർഡിങ്സ് ഉണ്ട്, കുറേ പാക്കേജുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവരും അതിനെ എതിർക്കുന്നവരും, പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനെ എതിർക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NEP ഒരു ദേശീയ വിദ്യാഭ്യാസ നയം വേണ്ടതില്ല എന്ന അഭിപ്രായം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദ്യാഭ്യാസ നയം മാറിയേ പറ്റൂ, കാരണം നമ്മുടെ രാജ്യത്തെ 86 ശേഷം ഇപ്പോൾ വന്നിരിക്കുന്നതാണ്. മാറുമ്പോൾ എങ്ങനെ മാറണം എന്ന അർത്ഥത്തിലും സ്വാഭാവികമായി അത് വരുത്തേണ്ട ചില മാറ്റങ്ങൾ, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ടെക്നോളജി, മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അതിപ്പോൾ ആര് വരുത്തിയാലും വരും. ഇവിടുത്തെ ഫണ്ടമെൻ്റൽ പ്രശ്നം വളരെ ചുരുങ്ങിയ സമയത്തുള്ള ഞാൻ പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന കാതൽ എന്ന് പറയുന്നത് ഏതൊരു നിയമമാണെങ്കിലും ഏതൊരു വ്യവസ്ഥയാണെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമ്പോൾ ഉള്ള അതിൻ്റെ വേഡിങ്സിനപ്പുറം അതാരാണ് കൊണ്ടുവന്നത്, എന്താണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് ഭയങ്കര സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിനൊരു അജണ്ടയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെയാണ് ഇതിനെ എതിർക്കപ്പെടുന്ന ആളുകളെ പോലും ഡിഫെൻഡ് ചെയ്യുന്ന അർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നവർ പറയും. ഉദാഹരണത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല വേഡിങ്സും, മനോഹരമായി പൊതിഞ്ഞ വേഡിങ്സൊക്കെ അതിൻ്റെ അകത്തുണ്ടാവും. അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നു, അവർ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നവരുടെ താല്പര്യം എന്താണ് എന്നുള്ളത് വളരെ സീരിയസ് ആയ ഘടകം. അവിടെയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാഫ്രോണിസ്റ്റ് ശക്തികൾ അത് നടപ്പിലാക്കപ്പെടുമ്പോഴുള്ള നമ്മൾ നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ പറയാം. ഒരു വേഡിങ്സ് ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു റൂൾ, എല്ലാവർക്കും തുല്യത കിട്ടണം. എവിടെയും ആകട്ടെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ല, ഏതെങ്കിലും സ്ഥലത്താവട്ടെ, എല്ലാവർക്കും തുല്യത വേണം. ഇതിനാരെങ്കിലും എതിർക്കുമോ? എതിർക്കേണ്ടതുണ്ടോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഉദ്ദേശം, അത് തുല്യത വേണമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ സോഷ്യലിസ്റ്റിക് ആസ്പെക്റ്റിൽ മാർജിനലൈസ് ചെയ്യപ്പെടുന്ന ആളുകളും അല്ലാത്തവരും, ഇപ്പോൾ ഉദാഹരണത്തിന് റിസർവേഷൻ അടക്കം അതിൻ്റെ അകത്ത് വരും. തുല്യത വേണമെന്ന് പറയുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ സവർണ ആളുകൾ പറയുന്നത് തുല്യത എന്ന് പറഞ്ഞതുകൊണ്ട് റിസർവേഷൻ എടുത്ത് കളയണമെന്നാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം കേട്ടപ്പോൾ ഇത് തുല്യത എന്ന് പറയുന്നത് നല്ല കാര്യമാണ്, പക്ഷേ റിസർവേഷൻ എന്തിനാണ്, അതിൻ്റെ സാഹചര്യം എന്താണ്, എങ്ങനെയാണ് അവരെ പരിഗണിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളും കൂടെ വരും. അപ്പോൾ ഞാൻ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതായിരിക്കും, ഇതൊക്കെ എടുത്ത് കളയുക, എന്നിട്ട് എല്ലാവരും തുല്യരാണ്. അങ്ങനെയൊന്നും കാണാൻ പറ്റില്ലല്ലോ നമുക്ക് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഒരുപാട് വേഡിങ്സ് ഉണ്ട്. ഫ്ലെക്സിബിലിറ്റി, ഇക്വിറ്റി, ആക്സസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് പ്രത്യേകിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന അർത്ഥത്തിൽ റിസർച്ചുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹയർ എഡ്യൂക്കേഷൻ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ഹോളിസ്റ്റിക് ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്. കുട്ടികൾക്ക് തോന്നുന്ന പോലെ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ളത് എടുക്കാം, സയൻസ് എടുത്തവന് വേറെ എടുക്കാൻ പറ്റത്തില്ല, ഹിസ്റ്ററി എടുക്കാം, ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് മാറിയിരിക്കുന്നു, 5+3+3+4 ആയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നല്ലതാണോ അല്ലയോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശവുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടായേക്കാം. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന കരിക്കുലം എന്ന് നമ്മൾ പ്രത്യേകം ഡിസൈൻ ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എങ്ങനെയാണ് അതിൻ്റെ കണ്ടൻറ്റുകളെ ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ കുറേ മനോഹരമായ വേഡിങ്സിന്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വേഡിങ്സ് പോലെയാണ്. നമ്മൾ ഇന്ത്യക്കാരായിരിക്കെ, ഭാരതീയരായിരിക്കെ ഇന്ത്യയിലെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു എന്നും ഇന്ത്യയിൽ അത്തരത്തിലുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നു എന്നും മനസ്സിലാക്കപ്പെടുന്നതിൽ തെറ്റുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇവിടുത്തെ ഉദ്ദേശം അത് മാത്രമല്ല. അത് പലതിനെയും റീപ്ലേസ് ചെയ്തുകൊണ്ട് ചിലതിനെ അനാവശ്യമായി ഗ്ലോറിഫൈ ചെയ്ത് ഇല്ലാത്തതിനെ അടിച്ചേൽപ്പിച്ചു കൊണ്ടുപോകുന്ന പൊളിറ്റിക്കൽ അജണ്ട അതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ് അതിൻ്റെ പ്രശ്നം.
ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് കേവലമായൊരു സാധനമല്ല. ഇപ്പോൾ റിസർച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന അർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു പ്രോജക്റ്റ് ഗവൺമെൻറ്റിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഈ തരത്തിലുള്ള സംഗി സാഫ്രോൺ രീതിയിലുള്ള ഒരു അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ കിട്ടില്ല പ്രൊജക്റ്റ് എന്ന അർത്ഥത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. തമാശക്ക് നമ്മൾ പറയുന്ന നാടൻ പ്രയോഗം വരെ ചാണകം ആൻഡ് റിലേറ്റഡ് റിസർച്ചിന് മാത്രമേ ഫണ്ടിങ് ഉള്ളൂ എന്ന് ഞങ്ങൾ തമാശക്ക് പറയാറുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ തമാശക്ക് കളിക്കാൻ അതൊരു സത്യമായിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട ഗവേഷണത്തിന് പോലും അതില്ല എങ്കിൽ പലതും തരില്ല എന്ന ഒരു ഭീഷണിയും കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കപ്പെടണം. ഇപ്പോൾ കേരളത്തിലൊക്കെ അതിൻ്റെ റീസെൻ്റ്ലി ചർച്ച നടന്നതാണ്. പല പദ്ധതികളും NEP-യോടനുബന്ധിച്ച് വന്നതും അത് വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്നും അത് വന്ന രീതികളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ തീർച്ചയായിട്ടും ഭാവി നിർണ്ണയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കരിക്കുലം NEP എന്ന് പറയപ്പെടുന്നത്. അത് ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികൾക്ക് ചില തെറ്റായ ധാരണകൾ കൊടുക്കുമെന്ന് മാത്രമല്ല, നേരത്തെ അവർ വളരെ വെൽ പ്ലാനഡായിട്ട് വെച്ചിരിക്കുന്ന വംശീയതയും ഒറ്റപ്പെടുത്തലിലേക്ക് നയിക്കുന്ന തരത്തിൽ ഒരു സമൂഹത്തെ, അത് പ്രീ സ്കൂളിലെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏർലി ചൈൽഡ്ഹുഡ് കെയർ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ബാലവാടികൾ തൊട്ട് തുടങ്ങുമെന്നൊക്കെ വളരെ ഹൈലൈറ്റ് ചെയ്യാണ്. അതിനകത്ത് പറയുന്ന സ്റ്റോറികളും, ഞാൻ പറയുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ വരെ പഠിക്കാൻ പോകുന്നു എന്ന പോസിറ്റീവിൻ്റെ പിന്നിലൂടെ അവളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത് ആ പ്രായത്തിലുള്ള കുട്ടികൾ പോലും ഇന്ന് നേരത്തെ രാജേന്ദ്രൻ സാറ് സൂചിപ്പിച്ച പോലുള്ള കഥകളൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് നടക്കുന്ന രീതിയിലേക്ക് വരും. അവരുടെ മനസ്സിനെ സ്വാധീനിക്കപ്പെടും. സ്കൂളുകളുടെ സിലബസിൽ മുഴുവൻ അതാവും. ഇവർ കേവലമായിട്ട് ഒരു ഹിസ്റ്ററി മാറ്റിമറിക്കപ്പെടുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കപ്പെടുന്നത് അത് അവരുടെ കാര്യം കൊണ്ടുവരിക എന്ന് മാത്രമല്ല. ഞാൻ അതിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പൊളിറ്റിക്സും കൂടി ഉണ്ട്. രാവിലെ ഒരു സെഷനിൽ നിന്ന് കേട്ട പോലെ ഇവർക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഈ ഇന്ത്യയിലെ പഴയ വിമാനം ഉണ്ടാക്കിയത് ഞങ്ങളാണ്, പ്ലാസ്റ്റിക് സർജറി ഞങ്ങളാണ് ചെയ്തതെന്ന് ഇവർ ബോധപൂർവം അത് വിശ്വസിച്ച് പറയുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത്ര മണ്ടന്മാരൊന്നും അല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അവർ ബോധപൂർവം പറയുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ അതൊരു ചർച്ചയാവും. അതിനെക്കുറിച്ച് നമ്മളെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ എതിർക്കും. ആ എതിർക്കപ്പെടുമ്പോൾ വീണ്ടും വരും. രാവിലെ ഇസ്ലാമോഫോബിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മൾ എതിർക്കപ്പെടുമ്പോൾ അവർ പറഞ്ഞു വരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെ എതിർക്കുന്നു, നമ്മുടെ ദേശത്തെ കുറച്ച് ആൻറ്റി നാഷണലിസ്റ്റ് ഇവിടെ ഇരിക്കുന്നു. ഇതാണ് അവർക്ക് വേണ്ടത്. അതുകൊണ്ടാണല്ലോ നാട്ടുകാരെ തല്ലിക്കൊല്ലുമ്പോൾ, മൊബൈൽ ലിഞ്ചിങ് നടത്തുമ്പോൾ അവർ തന്നെയാണ് വീഡിയോ എടുത്തിടുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഒളിച്ച് വീഡിയോ എടുത്തിടുന്നതാണെന്ന്? എന്തിനാണ് അവരത് ചെയ്യുന്നത്? അവർക്കത് വേണം. അതിട്ട് കഴിയുമ്പോൾ കുറച്ച് ആളുകൾ പ്രതിരോധിക്കുമ്പോൾ അവർക്ക് അതിൽ കൂടുതൽ, ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സ് നമ്മൾ മനസ്സിലാകാതെ പോകരുത് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സിലബസിൻ്റെ അകത്തും അവർ ഒളിച്ചു കടത്തപ്പെടുന്ന ഓരോ വിഷയങ്ങളും അവർ ഇവിടെ കൊണ്ടുവരുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കപ്പെടണം. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അല്ലാത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഓരോ വിഷയത്തിലേക്കും കയറാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ലാംഗ്വേജ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ലാംഗ്വേജ് ഫോർമുലയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യം വരുന്നു. സംസ്കൃതം ഈ പറഞ്ഞതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ഒരു ചർച്ചയാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഏറ്റവും പ്രധാനം. പണ്ട് ചെയ്തു വെച്ച പരിപാടികൾ തന്നെയാണ്. ഡിവൈഡ് ചെയ്താൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ വേറെ തരം ഡിവൈഡും കൂടെ ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരും. കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വേണം, എൻ്റെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് വിലയിരുത്തപ്പെടുന്ന ഒരു ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി ഇതിൻ്റെ റിസൾട്ടായിട്ട് വരും. അതായത് ഡിജിറ്റലൈസേഷൻ അത്രയധികം പ്രാധാന്യം കൊടുത്ത് ഇന്ത്യയിൽ എല്ലാവരും ഇത് ആക്സസ് ചെയ്യുന്നു. ഇവിടുന്ന് ഇപ്പോഴും 30% ആളുകൾക്കപ്പുറം, 30-40% അപ്പുറം ആളുകൾക്ക് എങ്ങനെയാണ് ഇത്തരം ആക്സസ് ഉള്ളത്? അവരെയൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കാൻ സാധിക്കുക? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എതിർക്കപ്പെടുമ്പോൾ പോലും ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നത് അവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യത്തിലേക്ക് പോലും പോവേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് ബോധപൂർവമായ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സംഗതികളാണ്. പിന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, അത് ഇതിൽ മാത്രമല്ല എല്ലാ രംഗത്തുമുള്ളത്, സെൻട്രലൈസ് ചെയ്യണം. മൊത്തം അധികാരങ്ങളും ഒരു പ്രത്യേക ഫെഡറലിസത്തിന് വെല്ലുവിളിയായിട്ടുള്ളൊരു കാര്യം കൂടിയാണിത്. ഒരുപാട് പോളിസികൾ അവർ കൊണ്ടുവന്ന പോലെ തന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലമായിട്ട് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ടുള്ള ആ ഒരു ഫെഡറലിസത്തിന് വെല്ലുവിളിയാണ്. കംപ്ലീറ്റ് സെൻട്രലൈസ് ചെയ്തു. അല്ലെങ്കിൽ ഏറ്റവും രസകരമായ സംഗതി, പല ബോഡിയുടെയും അധ്യക്ഷൻ പ്രധാനമന്ത്രി തന്നെയാണ് എന്നതാണ് ഇപ്പോൾ സൂചിപ്പിച്ചു വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാം, ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയാണ്, ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നു. UGC, AICT എല്ലാം മാറുകയാണ്. എല്ലാം ഒറ്റ ശിലാകേന്ദ്രം, ഒറ്റ സംഗതിയിൽ വന്നിരുന്നു. നോക്കുമ്പോൾ ഇവരെന്തിനാണ് ഇതൊക്കെ മാറ്റുന്നത്? പണ്ട് എന്തെങ്കിലുമൊക്കെ നന്മകൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറ്റി പുതിയ അമെൻമെൻറ്റും പുതിയ റെഗുലേഷനും കൊണ്ടുവന്ന് എല്ലാം അവർക്ക് തോന്നുന്ന രീതിയിൽ നടപ്പിലാക്കുക.
നടക്കുന്നത്. അപ്പോൾ ഏകശിലാത്മകമായ ഒരു രീതിയിലേക്ക് അവരിതിനെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നതാണ്, അവസാനിപ്പിക്കുകയാണ് സമയം തീർന്നതുകൊണ്ട്, ഈ ഒരു സിലബസും ഇത്തരം ഒരു കരിക്കുലവും പഠിക്കുന്നതോടുകൂടി ഉണ്ടാകുന്ന പ്രശ്നം ആൾറെഡി നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രത്യേക വംശീയതയിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ചിന്താഗതി നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നു. ആ ചിന്താഗതിയും ചിന്താധാരയും കുട്ടികളിലും ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും കൊടുക്കുന്നതോടുകൂടി ഒരു 10 വർഷം കഴിയുമ്പോൾ എങ്ങനെയാണ് ആളുകൾ ഈ സമൂഹത്തെ കാണുന്നത് എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി ഫെസ്റ്റ് ആയതുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, വളരെ അലർട്ടായിരിക്കുക. സയൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും ഒക്കെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ബോധ്യപ്പെട്ടിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന തരത്തിലേക്ക് കൺവെർട്ട് എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 3 പേർ നുണ പറഞ്ഞാൽ അത് സത്യമായി മാറുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എതിരായിട്ട് ജാഗ്രതയും സൂക്ഷ്മതയോടും കൂടി നമ്മൾ നിലനിൽക്കേണ്ടതുണ്ട്. ഇത് കേവലമായ വിദ്യാഭ്യാസ രംഗത്തെ ഒരു കരിക്കുലമല്ല, നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു സമ്പ്രദായമാണ് എന്നും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കൂട്ടിച്ചേർക്കുകയാണ്. താങ്ക് യു ഡോക്ടർ അനസ്. കാലക്രമേണ ഉണ്ടാവേണ്ട മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും ഈ മാറ്റങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാക്കേജ് അവതരിപ്പിച്ചുകൊണ്ട് പുരോഗതി എന്ന പേരിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അവതരിപ്പിക്കുമ്പോൾ അതിൽ ഒളിച്ചു കടത്തുന്ന ചില ഒളി അജണ്ടകൾ എന്താണെന്ന് നമ്മൾ ഈ ഡോക്ടർ അനസ് പറഞ്ഞ പോലെ ഒബ്സർവേഷനിലൂടെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അൻവർ സലാഹുദ്ദീൻ, നമ്മൾ ഈ തരത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ പോലെ ഒരു പുരോഗതി എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, പക്ഷേ ആ പുരോഗതിയിൽ പെടാത്ത ചില ആളുകളുണ്ടാവും, അരികുവൽക്കരിക്കപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഒരു സാമൂഹ്യ നീതിയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ, സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് നമ്മൾക്കൊരു ഇതിനൊരു ആൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷണൽ സിസ്റ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയുക? അതിനുള്ളൊരു ഇമാജിനേഷൻ എന്താണ് എന്ന്. അസ്സലാമു അലൈക്കും. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഫുക്ക് എന്നത് തന്നെ SIO കേരള അടക്കം നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ഒരുപാട് അക്കാഡമിക് എൻഗേജ്മെൻറ്റുകളുടെ ഒരു തുടർച്ചയിൽ സംഭവിക്കുന്നതാണ്. 2013 കേരള എഡ്യൂക്കേഷൻ കോൺഗ്രസ് കേരളത്തിലെയും ഇന്ത്യയിലെയും എഡ്യൂക്കേഷണൽ നെറേറ്റീവ്സിനെ മുൻനിർത്തിയിട്ട് നമ്മൾ നടത്തിയത്. പിന്നീട് അക്കാഡമിക് കോൺഫറൻസ്, അതുപോലെ ഡീകോൺക്വിസ്റ്റ് പോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അന്ന് നമ്മുടെയൊക്കെ ഈ അക്കാഡമിക് കോൺഫറൻസുകളിലൊക്കെ ഉന്നയിച്ച പല വാദങ്ങളും ഇന്ന് NEP നടപ്പിലാക്കാൻ ഹിന്ദുത്വം അതേ വാദങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ പ്രധാനമായി ഡിസ്കസ് ചെയ്ത ഒന്നാണ് ഡീകോളനൈസേഷൻ എന്നത്. ഇപ്പോൾ ഈ ഡീകോളനൈസേഷൻ എന്നത് അതേ നാമകരണത്തിൽ തന്നെ ഇന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന പേരിൽ നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ, അതിനെ ഏറ്റവും കൂടുതൽ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഇതൊരു ആൻറ്റി കൊളോണിയൽ പ്രൊജക്റ്റാണ്, ഇതൊരു ഡീകൊളോണൈസേഷൻ പ്രൊജക്റ്റാണ് എന്നതാണ് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ഒരു ഡൈക്കോട്ടമിയെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തുകൊണ്ടാണ് ഇതേ വാദങ്ങൾ അവർ പുനരുൽപ്പാദിപ്പിക്കുന്നത്? അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു കരിക്കുലത്തെക്കുറിച്ചാണ്, സയൻസിനെ കുറിച്ചാണ്. ഞാൻ രണ്ടിനെയും, കരിക്കുലത്തെ ആകട്ടെ സയൻസിനെ ആകട്ടെ, ഇത് രണ്ടിനെയും ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ പ്രൊജക്റ്റായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരേ സമയം തന്നെ ജ്ഞാനശാസ്ത്രപരമായിട്ടുള്ളതും ഫിലോസഫിക്കലുമായിട്ടുള്ള പ്രൊജക്റ്റാണ് ബോത്ത് സയൻസ് ആസ് വെൽ ആസ് അതിൻ്റെ ഒരു കരിക്കുലാർ ഇംപ്ലിമെൻറ്റേഷൻ രണ്ടും. അപ്പോൾ ഇതിന് വളരെ വിശാലാർത്ഥത്തിലുള്ള ഒരു റൂട്ട് കോസുകളിലേക്ക് നമുക്ക് കടന്നാൽ ഇതിൻ്റെ ഒരു റൂട്ട് എവിടെയാണ് നിൽക്കുന്നതെന്ന്, ഇപ്പം നേരത്തെ രാജൻ സാർ ഇത് കോളനൈസേഷനെ തന്നെ വീണ്ടും റീഅപ്പിയർ ചെയ്യുകയാണ്, വേറൊരു ഫോമിൽ അതിനെ തന്നെ കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നമ്മൾ ഡീകോളനൈസേഷനെ മനസ്സിലാക്കുന്നിടത്ത്
എങ്ങനെയാണ് ഇത് ഒരേ സമയം ആൻറ്റി കൊളോണിയൽ പ്രൊജക്റ്റാണ് എന്ന് ഹിന്ദുത്വ വാദിക്കുമ്പോൾ ഫലത്തിൽ അത് കോളനൈസേഷൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ പ്രൊജക്റ്റിനെ വീണ്ടും എന്ത് ചെയ്യുകയാണ്, പുനരവതരിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് ഹിന്ദുത്വ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആകട്ടെ, അതിൻ്റെ എഡ്യൂക്കേഷണൽ പ്രൊജക്റ്റുകളാകട്ടെ. ഇപ്പോൾ പിന്നെ അടുത്താണ് പ്രൊഫസർ അപൂർവാനന്ദ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന വ്യത്യസ്ത വളരെ പ്രാക്ടിക്കലായിട്ടുള്ള NEPക്ക് ശേഷം നടക്കുന്ന വ്യത്യസ്ത പ്രൊജക്റ്റുകളെക്കുറിച്ച് അദ്ദേഹം വയറിൽ ഒരു ആർട്ടിക്കിൾ എഴുതുകയുണ്ടായി. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഷർജീൽ ഇമാമിന് നേരെ ഇവിടെ പോലീസ് ചുമത്തിയ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് അദ്ദേഹം പോൾ ബ്രാസിൻ്റെ പുസ്തകം കയ്യിൽ കരുതി എന്നതാണ്. ഇപ്പോൾ പോൾ ബ്രാസ് ആരാണ്? പോൾ ബ്രാസ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള വംശഹത്യയെക്കുറിച്ച്, ജനസൈഡിനെക്കുറിച്ച്, അതെങ്ങനെയാണ് ജനസൈഡ് എന്ന് പറയുന്നത് കേവലം ഒരു പിന്നെ ചില ആൾക്കൂട്ടങ്ങൾ നടത്തുന്ന അക്രമമല്ല, മറിച്ച് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കോ എക്സിസ്റ്റൻസ്, പോലീസ് സിസ്റ്റമുമായിട്ടുള്ളൊരു കോ എക്സിസ്റ്റൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് ഇന്ത്യയിലെ വ്യത്യസ്ത കലാപങ്ങൾ മുൻനിർത്തി വളരെ അക്കാഡമിക്കായിട്ട് പഠനം നടത്തിയ ആളാണ് പോൾ ബ്രാസ്. ആ പോൾ ബ്രാസിനെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യുകയാണ്, അവരുടെ സിലബസിൽ നിന്ന് അവരുടെ ഇതിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. ഇപ്പോൾ ജിയോഗ്രഫിയുടെ അകത്ത് തന്നെ സോഷ്യൽ ജിയോഗ്രഫി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. സോഷ്യൽ ജിയോഗ്രഫി എന്ന് പറയുന്നത് ഇവിടെ ജിയോഗ്രഫിയെ തന്നെ ഇവിടെയുള്ള വ്യത്യസ്ത കമ്മ്യൂണിറ്റികളുടെ സോഷ്യൽ ലൊക്കേഷനെ കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് സോഷ്യൽ ജിയോഗ്രഫി. ഇവിടുത്തെ ദളിത്സ്, ആദിവാസികൾ, മുസ്ലിംസ്, ഇവിടെയുള്ള മാർജിൻസിലായിട്ടുള്ള ആളുകളുടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷനെ മുൻനിർത്തിയുള്ള പഠനശാഖയായ ജിയോഗ്രഫിക്കകത്തുള്ള സോഷ്യൽ ജിയോഗ്രഫിയെ തന്നെ എന്ത് ചെയ്യുകയാണ്, അവരെടുത്തു മാറ്റാൻ ആവശ്യപ്പെട്ടുകയാണ്. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതിലാണ് ഇതൊരു കേവലം ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുന്ന എന്നതിനപ്പുറം ഇതിൻ്റെ അകത്തൊരു ലാർജർ എപ്പിസ്റ്റമോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ പ്രൊജക്റ്റ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ സാധാരണ ഡീകോളനൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ ഫ്രാൻസ് ഫനൻ മുതൽ പിന്നെ എഡ്വാർഡ് സെയ്ഡിൻ്റെ ഓറിയൻ്റലിസം മുതൽ അതുപോലെ തന്നെ റമോൺ ഡോൾസ്ഫുഗൽ വരെ പിന്നെ വ്യത്യസ്ത അക്കാഡമിഷ്യർ ശരിക്ക് ഡീകോളനൈസേഷൻ എന്ന പ്രൊജക്റ്റിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അത് ഡോമിനൻ്റ് പവർ സ്ട്രക്ചേഴ്സിനെ ചോദ്യം ചെയ്യുക എന്നതാണ്. ഡോമിനൻ്റ് ആയിട്ടുള്ള എപ്പിസ്റ്റമോളജിക്കൽ ആസ് വെൽ ആസ് ഫിലോസഫിക്കൽ പവർ സ്ട്രക്ചേഴ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രൊജക്റ്റായിട്ടാണ് ഡീകോളനൈസേഷൻ പ്രൊജക്റ്റിന് എന്ത് ചെയ്യുന്നത്. അത് ആളുകളുടെ കേവലം ആയിട്ടുള്ള ഇപ്പോൾ കൊളോണിയലിസത്തിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കൊളോണിയലിസം ലാൻഡിനെയും ലേബറിനെയും കൺട്രോൾ ചെയ്ത് മാത്രമല്ല ലോകത്ത് കൊളോണിയലിസം സ്ഥാപിക്കപ്പെട്ടു, മറിച്ച് നോളേജിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ്. ആര് ആണ് നോളജിനെ ഡെവലപ്പ് ചെയ്യുന്നത്? ഹൂ ഈസ് ദ നോയർ? ആരാണ് നോളജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ലോകത്ത് കോളനൈസേഷൻ വർക്ക് ചെയ്തത്. ഇപ്പോൾ റമോൺ ഡോസ്ഫുഗലിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് കോളനൈസേഷൻ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വയലൻസ് എന്ന് പറയുന്നത്, ജനസൈഡ് എന്ന് പറയുന്നത്, അത് എപ്പിസ്റ്റമിക് വയലൻസ് ആണ്. ഇവിടെയുള്ള വ്യത്യസ്ത ജ്ഞാനശാസ്ത്ര പദ്ധതികളെ അത് എന്ത് ചെയ്തു? അത് വയലൻസിലൂടെ ഈ നോളജിനെ കൺട്രോൾ ചെയ്യുന്നതിലൂടെ ഇവിടുത്തെ വ്യത്യസ്ത ഈസ്റ്റേൺ നോളജ് സിസ്റ്റംസിനെ, ഇസ്ലാമിക് ഫിലോസഫി സിസ്റ്റംസിനെ, ഇവിടെയുള്ള വ്യത്യസ്ത നോളേജ് ധാരകളെ എന്ത് ചെയ്യുകയാണ്, അതിനെ കൺട്രോൾ ചെയ്യുക വഴി ആണ് ഇവർ ഒരു എപ്പിസ്റ്റമിക് സുപ്പീരിയറിറ്റി ലോകത്തുണ്ടാക്കിയതെന്നാണ്. അതുവഴിയാണ് കോളനൈസേഷൻ നിലനിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു റൂട്ട് കോസായിട്ട് ഗ്രോസ്ഫുഗലടക്കം പറയുന്ന ഒന്ന് കാർട്ടീഷ്യൻ ഫിലോസഫിയാണ്. ഒന്ന് കാർട്ടീഷ്യൻ ഫിലോസഫി, പിന്നെ റെനെ ദെക്കാർട്ടയുടെ കാർട്ടീഷ്യൻ ഫിലോസഫി, ഐ തിങ്ക് ദെയർഫോർ ഐ ആം. ഇത് സയൻസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടാണ്. സയൻസ് എന്ന് പറയുന്നത് ലോകത്ത് യൂറോപ്യൻ കൊളോണിയലിസം ഒരു വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള, വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ജ്ഞാനശാസ്ത്രമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഈ ഐ ആരാണ്? ഐ തിങ്ക് എന്ന് പറയുന്ന ഐ ആരാണ്? ഐ എന്ന് പറയുന്നത് വളരെ കാസ്റ്റ് ബാക്ക്ഗ്രൗണ്ടോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ. അതാണ് അവർ പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ യാതൊരു തരത്തിലുള്ള എപ്പിസ്റ്റമോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത വളരെ യൂണിവേഴ്സലായിട്ടുള്ള ഒരു നോയർ, അതിനെയാണ് ഈ ഐ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഐയിലൂടെ, ഈ യൂണിവേഴ്സൽ നോളജിലൂടെ യഥാർത്ഥത്തിൽ ഇവിടെ കൊളോണിയലിസം ശ്രമിച്ചത് ഐ ഈസ് ഈക്വൽ ടു ആരാണ്? അതൊരു വൈറ്റ് ക്രിസ്ത്യൻ മെയിൽ എന്ന് റമോൺ ഗോസ്വെൽ പറയുന്നുണ്ട്. ഇപ്പം ഈ ഒരു ജ്ഞാനശാസ്ത്രത്തെയാണ് കൊളോണിയലിസം എന്ത് ചെയ്തത്, അതിൻ്റെ ഫിലോസഫിക്കൽ എപ്പിസ്റ്റമികൽ പ്രൊജക്റ്റായിട്ട് ഇതാക്കിയത്. ഇത് തന്നെയാണ് വേറെ അർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡീകോളനൈസേഷൻ എന്ന് പേരിട്ടുകൊണ്ട് ഇതേ സാധനത്തിനെ തന്നെ, ഈ കോളനൈസേഷനെ തന്നെ പുനരവതരിപ്പിക്കുകയാണ് എന്ത് ചെയ്യുന്നത്, അതേ ലോജിക്കിനെ തന്നെ പുനരവതരിപ്പിക്കുകയാണ് ഇവിടെ ഹിന്ദുത്വം ചെയ്യുന്നത്. ഇത് നോക്കിയാൽ മനസ്സിലാവും. അവിടുത്തെ ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറയുന്നത് ഒരു വെസ്റ്റേൺ വൈറ്റ് സുപ്രീമസിസ്റ്റ് മാൻ ആയിരുന്നു എങ്കിൽ, ഇവിടുത്തെ
ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു സിവിലൈസേഷണൽ പ്രൊജക്റ്റിന് അതിൻ്റെ ബദലായി, വെസ്റ്റേൺ സിവിലൈസേഷൻ പ്രൊജക്റ്റിനെ പോലെ തന്നെ ഹിന്ദു സിവിലൈസേഷണൽ പ്രൊജക്റ്റിൻ്റെ അതിന് ബദലായി കൊണ്ടുവരികയായി. അപ്പോൾ ഈ ഐ തിങ്ക് ദെയർഫോർ ഐ ആമിൻ്റെ ഐ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു മെയിൽ ബ്രാഹ്മണിക് സിസ്റ്റത്തിനെ ഇവിടുത്തെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രൊജക്റ്റിൻ്റെ ബേസായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് NEP നിർവഹിക്കുന്ന ഏറ്റവും വലിയ വയലൻസ് എന്ന് പറയും. NEP മാത്രമല്ല, NEPയുടെ നോളജ് സിസ്റ്റം, ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറയുന്ന ഇന്ത്യനൈസേഷൻ എന്ന പ്രൊജക്റ്റിൽ അതിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു പ്ലൂരൽ ഡൈവേഴ്സ് ഇതില്ല. ഇപ്പോൾ പിന്നെ ഈ സോഷ്യൽ ജിയോഗ്രഫി തന്നെ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അവർ പറയുന്ന ഒരു കാര്യം, കാസ്റ്റ് എന്നുള്ള ടേം യൂസ് ചെയ്യരുത് നിങ്ങൾ അതൊരു ഫോറിൻ ടേമാണ്. കാസ്റ്റ് എന്നുള്ള ടേം യൂസ് ചെയ്യരുത്, പിന്നെ കൾച്ചർ എന്നുള്ള ടേം യൂസ് ചെയ്യരുത്. പകരം ഇവിടുത്തെ സാൻസ്ക്രിറ്റൈസേഷൻ ടേമുകൾ, മുനി, ഇവിടുത്തെ സിസ്റ്റമിക് ആ ടേമുകളിലേക്ക് നിങ്ങൾ വരണം. ഇപ്പോൾ പിന്നെ കാസ്റ്റിനെ കുറിച്ച് തന്നെ ഡോക്ടർ അംബേദ്കർ പറയുന്നത്, കാസ്റ്റ് അത് ഒരു സോഷ്യലായിട്ടുള്ളൊരു പ്രോബ്ലം മാത്രമല്ല, അതൊരു എപ്പിസ്റ്റമിക് പ്രോബ്ലം കൂടിയാണ്, ഒരു ഇൻ്റലക്ച്വൽ പ്രോബ്ലം കൂടിയാണ്. ഇപ്പോൾ ഇത് കോളനൈസേഷനെ കുറിച്ച് അത് പറയും. ഇപ്പം ഇതിനെ എങ്ങനെയാണ് ഒരു പിന്നെ നേരത്തെ കോളനൈസേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു പിന്നെ വെസ്റ്റേൺ സുപ്പീരിയർ വൈറ്റ് സുപ്രീമിയർ മാൻ എന്നതിന് പകരം ബ്രാഹ്മണിക് പിന്നെ റേഷ്യൽ സിസ്റ്റത്തിനെ ബദലായിട്ട് കൊണ്ടുവരാനുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രൊജക്റ്റാണെന്ത് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ സാൻസ്ക്രിറ്റൈസേഷൻ, ഇപ്പോൾ ഇന്ത്യയിലെ ഹിസ്റ്റോറിയോഗ്രാഫിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പഠനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉപേന്ദ്ര ബക്ഷിയെ പോലെയുള്ള, ഇപ്പോൾ ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നടത്തിയ വലിയ പഠനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധ പിന്നെ കൗണ്ടർ റവല്യൂഷനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ, അത് ഇവിടെയുള്ള പിന്നെ ഹിസ്റ്റോറിയോഗ്രഫിയെ തന്നെ മാറ്റിമറിക്കുന്ന പഠനങ്ങളാണ്. കാരണം ഇവിടെ വേദിക് സിസ്റ്റം, ഇയർലി വേദിക് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആരാണ് ഡെവലപ്പ് ചെയ്തത്? അങ്ങനെ ഒരു ഹിസ്റ്റോറിയോഗ്രഫി ആരാണ് ഡെവലപ്പ്? അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്ന വ്യത്യസ്ത ലാംഗ്വേജുകൾ, പാലി ലാംഗ്വേജ് അടക്കമുള്ള ഇവിടെ ഉണ്ടായിരുന്ന ഒരു ലീവ്ഡ് എക്സ്പീരിയൻസിൻ്റെ ഒരു വ്യത്യസ്ത ലാംഗ്വേജ് സിസ്റ്റത്തിനെയും ഇതിനെയും എങ്ങനെയാണ് ഒരു എപ്പിസ്റ്റമിക് വയലൻസിലൂടെ വേദിക്കുന്നതിലേക്ക് മാറ്റി തീർത്തത്? അത് എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് സ്ട്രക്ചറിനെ തന്നെ അതിൻ്റെ ഒരു വേറിട്ട ഒരു എപ്പിസ്റ്റമോളജിയെ തന്നെ എന്ത് ചെയ്തത്? ബ്രാഹ്മണൈസ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് അംബേദ്കർ പറയുന്നു. അപ്പോൾ ഇത് ഈ ഒരു എപ്പിസ്റ്റമിക് പ്രൊജക്റ്റായിട്ട് ഇതിനെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ബദലുകൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റൂ. ഇത് കേവലം അതിൻ്റെ ഒരു കരിക്കുലത്തിൻ്റെ പുറത്തുള്ള എന്തോ കാര്യത്തെക്കുറിച്ചല്ല. അവിടെയാണ് ഈ ഇന്ത്യനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലാർജർ ഫിലോസഫിക്കൽ എപ്പിസ്റ്റമിക് പ്രൊജക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് ബദലായിട്ടൊരു ആൻറ്റി കാർട്ടീഷ്യൻ ഫിലോസഫിയെ എങ്ങനെയാണ് ഒരു യൂണിവേഴ്സൽ നോളജ് എന്ന് പറയുന്നതിന് പകരം ഒരു പ്ലൂരിവേഴ്സൽ നോളജ് എന്നതിലേക്ക് കരിക്കുലത്തെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുക. അതിലെങ്ങനെയാണ് ഇവിടുത്തെ വ്യത്യസ്ത ഓറൽ ഹിസ്റ്ററികൾ വരാൻ കഴിയുക, ഇവിടുത്തെ ആദിവാസി കൾച്ചറുകൾ എങ്ങനെയാണ് വരാൻ കഴിയുക, ഇവിടുത്തെ ദളിത് കൾച്ചറുകൾ എങ്ങനെയാണ് വരാൻ കഴിയുക, ഇവിടുത്തെ മുസ്ലിം കൾച്ചറൽ ഹിസ്റ്ററി എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരാൻ പറയുക. ഇത് കേവലം ഒരു സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് മാത്രം വിഷയമല്ല, നമ്മൾ സയൻസിനെ എങ്ങനെ കാണുന്നു എന്നതുമായി ബന്ധപ്പെട്ടും. ഈ സയൻസ് എന്ന് പറയുന്നതും ഇങ്ങനെ ഒബ്ജക്റ്റീവാണ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എപ്പിസ്റ്റമോളജിക്കൽ സുപ്പീരിയറിറ്റി വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് ഏതോ ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ സയൻസ് സാധാരണ നമ്മൾ പറയും ഫാൾസിഫയബിലിറ്റി വേണം, ഡൗട്ട് വേണം. യഥാർത്ഥത്തിൽ ആൻറ്റി സയൻറ്റിഫിക്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതല്ല ശരിക്കും നടക്കുന്നത്. കാരണം നിങ്ങൾ ഇവിടുത്തെ സയൻസിൻ്റെ തെളിവായിട്ട് ഇവിടെ ഒരു ഹിന്ദു സിവിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്യുവർ പ്രൊജക്റ്റ് ഉണ്ട്. ആ പ്രൊജക്റ്റ് ഇന്ത്യയിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു കൾച്ചറലായിട്ടുള്ള എക്സിസ്റ്റ് ചെയ്ത സാധനമാണ് എന്നൊരു മിത്തുണ്ടാക്കി അതിൻ്റെ ഒരു ടെക്സ്റ്റിനെ സോഴ്സാക്കി മാറ്റിയിട്ട് അതാണ് ഇവിടെ ഓതൻറ്റിക്കേഷൻ നൽകുന്നത്, സയൻസിനല്ല. അപ്പോൾ ഈ പറയുന്ന ഇത് ആരെയാണ് ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അത് സയൻസിൻ്റെ മെത്തഡോളജിയെ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതിന് പകരം വ്യത്യസ്ത ജ്ഞാനശാസ്ത്രങ്ങളെ അംഗീകരിക്കുന്ന ഒരു പ്ലൂരിവേഴ്സലായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ വികസിപ്പിക്കാൻ കഴിയുക. അത് ഫിലോസഫിക്കലും എപ്പിസ്റ്റമോളജി വികസിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഇതിനൊരു പ്രതിരോധം സാധ്യമാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി അൻവർ സലാഹുദ്ദീൻ. നേരത്തെ പറഞ്ഞതുപോലെ ഏകശിലാത്മകമായിട്ടുള്ള ഒരു നോളജ് സിസ്റ്റത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് ഹിന്ദുത്വ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി ഒരു പ്ലൂറിവേഴ്സൽ നോളജ് സിസ്റ്റം ഉണ്ടായി വരണം എന്നാണ് അൻവർ സലാഹുദ്ദീൻ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഈ ഡീകോളണൈസേഷൻ എന്ന പേരിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ളൊരു സാധനത്തെ അവതരിപ്പിക്കുമ്പോൾ അത് ശരിക്കും ഒരു റീകോളണൈസേഷൻ്റെ ചുവടാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചു. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് പാനലിസ്റ്റുകളോട് ചോദ്യം ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓഡിയൻസിലുള്ള ആളുകൾ അതിനായിട്ട് മുന്നോട്ട് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.
ഇവിടെ വേദിയിലുള്ള 3 പാനലിസ്റ്റുകളിൽ 3 ഏരിയാസ് അല്ലെങ്കിൽ 3 പ്രോങ്സ് ഓഫ് അപ്രോച്ചിലൂടെയാണ് ഈ ടോപ്പിക്ക് കടന്നുപോയത്. പിന്നെ ഓഡിയൻസിൽ ആളുകൾക്ക് ചോദ്യങ്ങളൊന്നുമില്ല എങ്കിൽ നമ്മൾ സെഷൻ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് സമറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഡോക്ടർ രാജേന്ദ്രൻ അവതരിപ്പിച്ചത് എന്താണ്, നമുക്ക് ഹിന്ദുത്വ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൊജക്റ്റുണ്ട്. അത് ഏത് വിധത്തിലാണ് അത് ഒരു എന്താണ് അവരുടെ ഒരു അജണ്ടകൾക്കനുസരിച്ച് ഹിസ്റ്ററിയെ റീമേക്ക് ചെയ്യാനും അത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു സയൻറ്റിഫിക് ലെജിറ്റമസി സ്വയം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അത് അൺസയൻറ്റിഫിക് ആയിട്ടുള്ളൊരു പാത്തിലൂടെയാണ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ അനസ് പറഞ്ഞു വെച്ചത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം എങ്ങനെയാണെന്നാണ്. അതിൻ്റെ ഒരു NEP എന്നൊരു പ്രൊജക്റ്റിലൂടെ ഹിന്ദുത്വം എങ്ങനെയാണ് ഇങ്ങനെയൊരു നേരത്തെ പറഞ്ഞ ഒരു മൊണോലിത്തിക് ആയിട്ടുള്ള ഒരു നോളജ് സിസ്റ്റത്തിനെ കൊണ്ടുവരാനും എല്ലാം ഒരു നമ്മൾ വേൾഡ് ഓൾ ഓവർ കാണുന്ന ഡിക്റ്റേറ്റർഷിപ്സുകൾ എങ്ങനെയാണ് എന്താണ് മാസിനെ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ ഒരു നോളജ് സിസ്റ്റത്തെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം കൂടി നമുക്കെങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇത് കാണുന്നത് എന്ന് കൂടി പറഞ്ഞു വെച്ചു. അതുപോലെ തന്നെ അൻവർ സലാഹുദ്ദീൻ ഇവിടെ പറഞ്ഞു വെച്ചത് ഇതിന് മറുപുറമായി നമുക്ക് എന്താണ് ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞ ഇനീഷ്യൽ പോയിന്റിൽ തന്നെ നമുക്കിവിടെ ഒരു റെസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതായത് ഇവിടെ നടക്കുന്ന ഒരു ഡോമിനൻ്റ് പവർ, നിലനിൽക്കുന്ന ഒരു ഡോമിനൻ്റ് പവർ സ്ട്രക്ചർ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അജണ്ടകൾക്കെതിരെ നമുക്കൊരു റെസിസ്റ്റൻസ് സാധ്യമാകേണ്ടതുണ്ട്. നേരത്തെ രാവിലെ ഒരു സുഹൃത്തുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നമ്മൾ എന്താണ് ബഹുജൻ ബോഡീസ് അല്ലെങ്കിൽ മുസ്ലിം ദലിത് ബോഡീസ് ഒരു യൂണിവേഴ്സിറ്റി സ്പേസിൽ നിലനിൽക്കുന്നത് തന്നെ ഒരു റെസിസ്റ്റൻസാണ്, അതൊരു ഡിസ്റ്റർബൻസാണ്. അവിടെ നിലനിൽക്കുന്ന സ്റ്റാറ്റസ് കോവിന് എന്താണ് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ ചോദ്യം എന്താണ്, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു ചോദ്യം നിരന്തരം അവർ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളവിടെ എത്തിപ്പെട്ടു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളവിടെ എത്താൻ എത്രമാത്രം അവിടെ അതിനുള്ള എഫേർട്ട് ഇട്ടു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഏതൊക്കെ കടമ്പകളാണ് കടന്ന് അവിടെ എത്തി എന്നുള്ളത്, അത് വളരെ എന്താണ് വളരെ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു സ്ട്രഗിളും കൂടിയാണ്. അതേസമയം ഒരു എന്താണ് കളക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി സ്ട്രഗിളും കൂടിയാണ്. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് സാധ്യമാവേണ്ടതുണ്ട്, ഒരു പ്ലൂരിവേഴ്സൽ നോളജ് സിസ്റ്റം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രമിക്കേണ്ടതുണ്ട്, റെസിസ്റ്റൻസ് സാധ്യമാക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ആഖിർ ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.